ഇനിയുള്ളത് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്നുള്ളത്. ഇവിടെ ഞാനിപ്പോൾ അത് എഴുതുന്നില്ല, ഞാൻ ഡയറക്റ്റ്ലി എഫ് ഡാഷ് എക്സ് എഴുതുകയാണ് കേട്ടോ. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ത് വരും? എക്സ് പ്ലസ് എച്ച് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്, അതെന്ത് വരും? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അഗെയിൻ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എടുത്ത് എഴുതുന്നില്ല, പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ എഴുതണം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് പ്ലസ് എച്ച് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി താഴെ ഒരു എച്ചും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ എഴുതണം. ഇനി ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് എച്ച് മൈനസ് എച്ച് പ്ലസ് എക്സ് മൈനസ് 1 മൈനസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എച്ച് മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എച്ച്. ഇവിടെ ഏതെങ്കിലും കട്ടായി പോവുമോ നോക്കാം. മൈനസ് എക്സ് പ്ലസ് എക്സ് കട്ടായി പോവും. ഇവിടെയോ? ഇവിടെ മൈനസ് എക്സ് പ്ലസ് എക്സ് കട്ടായി പോവും. ബാക്കിയുള്ളത് നമുക്ക് ഈ ബ്രാക്കറ്റിന് വെളിയിൽ എടുത്തിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എച്ച് മൈനസ് എച്ച് മൈനസ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എച്ച് മൈനസ് എച്ച് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എച്ച്. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പോവും, എക്സ് എച്ച് മൈനസ് എക്സ് എച്ച് പോവും, മൈനസ് 1 പ്ലസ് 1 പോവും. ബാക്കി എന്താ ഉള്ളത്? മൈനസ് 2h ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എച്ച്. എച്ചും എച്ചും കട്ടായി പോവും. അപ്പോൾ മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇനി എന്ത് ചെയ്യുക? ഇവിടെ എന്തുണ്ട് ലെഫ്റ്റിൽ? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഉണ്ട്. സോ ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1, ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. സോ ആൻസർ ഈസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x raised to 100 divided by 100 plus x raised to 99 divided by 99 plus etc. plus x square by 2 plus x plus 1. Prove that f dash of 1 equal to 100 into f dash of 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് കാണണം രണ്ട് സൈഡിലും. അപ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് റേസ് ടു 100ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 100 ബൈ 100, അതുപോലെ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 99 ബൈ 99. ഞാൻ ഇവിടെ ഓരോന്നും ഇങ്ങനെ എഴുതുന്നില്ല കേട്ടോ. നമുക്കറിയാം എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ എക്സ് റേസ് ടു 100ൻ്റെ 1/100 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്താ ഉള്ളത്? എക്സ് റേസ് ടു 100. അപ്പോൾ കോൺസ്റ്റൻറ്റും വേരിയബിളും അതും കൂടെ പറയട്ടെ. കോൺസ്റ്റൻറ്റും വേരിയബിളും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ കോൺസ്റ്റൻറ്റിനെ അവിടെ നിർത്തിയിട്ട് വേരിയബിളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമിൽ 1/100 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ അവിടെ നിർത്തുക, 1/100നെ നിർത്തുക. ന്യൂമറേറ്ററിലുള്ള വേരിയബിൾ എന്താ? എക്സ് റേസ് ടു 100. അതിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സ് റേസ് ടു 100 എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു എക്സ് റേസ് ടു 99 പ്ലസ് അടുത്തത് എന്ത് വരും?
99 എക്സ് റേസ് ടു 98 ഡിവൈഡഡ് ബൈ കോൺസ്റ്റൻറ്റ് അങ്ങനെ തന്നെ 99 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ എന്താണ് 2x ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സിൻ്റെ എന്താണ് 1 ആണ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. സോ 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0 ആണ്. ഒരു കോൺസ്റ്റൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്താണ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. ഇവിടെ 2ഉം 2ഉം കട്ടായിപ്പോൾ എക്സ് എന്നേ ഉള്ളൂ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? ഇവിടെ 100ഉം കട്ടായിപ്പോൾ 99 99ഉം കട്ടായിപ്പോൾ എക്സ് റേസ് ടു 99 പ്ലസ് എക്സ് റേസ് ടു 98 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഇങ്ങനെ വരും എന്ത്? എഫ് ഡാഷ് ഓഫ് എക്സ്. ഇനി നമുക്ക് എന്ത് കാണണം? എഫ് ഡാഷ് ഓഫ് 0യും കാണണം, എഫ് ഡാഷ് ഓഫ് 1ഉം കാണണം. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പം ഇതെല്ലാം 0 ആയിപ്പോൾ ബാക്കി എന്തേ വരുള്ളൂ? 1 വരുള്ളൂ. എഫ് ഡാഷ് ഓഫ് 1 എന്ന് വരുമ്പോൾ എന്ത് വരും? 1 എന്ന് വരുമ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് അങ്ങനെ ഈ 1ഉം കൂടെ വരും. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ പവർ എന്താണ്? 1 ആണ്. 1 തൊട്ട് 99 വരെ 99 ടേംസ് പ്ലസ് ഇവിടെ എക്സ്ട്രാ ഒരു ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്താവും? 100 ആവും. ഓക്കെ, ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഇത് രണ്ട് ഈക്വൽ ആയിട്ട് കിട്ടി, LHSഉം RHSഉം ദസ് പ്രൂവ്ഡ്. ഓക്കെ, ഇങ്ങനെ എഴുതി കൺക്ലൂഡ് ചെയ്യാം. ഇനി 6th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു n പ്ലസ് എ എക്സ് റേസ് ടു n മൈനസ് 1 പ്ലസ് എ സ്ക്വയർ എക്സ് റേസ് ടു n മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എ റേസ് ടു n മൈനസ് 1 എക്സ് പ്ലസ് എ റേസ് ടു n ഫോർ സം റിയൽ നമ്പർ എ. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 പ്ലസ് എ എക്സ് റേസ് ടു n മൈനസ് 1ൽ എ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എയിനെ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യണം? വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? n മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 2. ഓക്കെ അല്ലേ? പ്ലസ് എ സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ്, അതിനെ അവിടെ നിർത്തി എക്സ് റേസ് ടു n മൈനസ് 2 എന്ന് പറയുമ്പോൾ n മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 3. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് എ റേസ് ടു n മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. പ്ലസ് എ റേസ് ടു n കോൺസ്റ്റൻ്റ് ആണ്. സോ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് കിട്ടി. എൻ എക്സ് റേസ് ടു മൈനസ് 1 പ്ലസ് എ ഇൻറ്റു n മൈനസ് 1 എക്സ് റേസ് ടു n മൈനസ് 2 പ്ലസ് എ സ്ക്വയർ n മൈനസ് 2 ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എ റേസ് ടു n മൈനസ് 1. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ. ഫോർ സം കോൺസ്റ്റൻസ് എ ആൻഡ് ബി ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x മൈനസ് ഓഫ് എ പ്ലസ് ബി കോൺസ്റ്റൻ്റ് ആണ്, അതിനെ അവിടെ നിർത്തി. ബാക്കിയുള്ളത് എക്സ് ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പ്ലസ് എ ബി കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0. സോ ആൻസർ എന്ത് വന്നു? 2x മൈനസ് എ മൈനസ് ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ എക്സ് സ്ക്വയർ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. എ സ്ക്വയർ എക്സ് റേസ് ടു 4 പ്ലസ് 2ab എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി ഡെറിവേറ്റീവ് കാണാം. എ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ തന്നെ നിർത്തി. എക്സ് റേസ് ടു 4ൻ്റെ എന്ത് വരും? 4x ക്യൂബ് പ്ലസ് 2ab കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ തന്നെ നിർത്തി. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. പ്ലസ് ബി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 വരും. അപ്പോൾ എന്ത് വന്നു? 4a സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് 4ab എക്സ്. ഓക്കെ, 4a സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് 4ab എക്സ്. ഇനി ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഇല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി.
ഇതെന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി. ഇവിടെ നമ്മൾ എന്ത് കാണണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ, അല്ലെങ്കിൽ യു ബൈ വി ഫോമിൽ എഴുതിയാൽ യു ഡാഷ് വി മൈനസ് വി ഡാഷ് യു ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇപ്പം എന്ത് വരും? ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി. ഇവിടെ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ത് വരും? ഡിനോമിനേറ്റർ ഇൻറ്റു, ദാറ്റ് ഈസ് എക്സ് മൈനസ്, ഇത് യു വി ടേംസിലായാലും കുഴപ്പമില്ല, ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ. ഡി ബൈ ഡി എക്സ് ഓഫ്, ഇപ്പം ഞാൻ ഡയറക്റ്റ്ലി എഴുതുവാണ്. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 മൈനസ് 0, സോ 1 എന്ന് വരും. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ. എക്സ് മൈനസ് ബിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 മൈനസ് 0, അവിടെയും 1 വന്നു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എക്സ് മൈനസ് ബി മൈനസ് എക്സ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എക്സ് കട്ടായി പോവും. ബാക്കി എന്ത് വരും? എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ബി ഹോൾ സ്ക്വയർ. ഓക്കെ. 8th question. Find the derivative of x raised to n minus a raised to n divided by x minus a for some constant a. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ അഗെയിൻ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് എ റേസ് ടു എൻ. ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എന്താവും? 0 ആവും. ഇത്രയേ ഉള്ളൂ. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് മൈനസ് എൻ ഇൻറ്റു മൈനസ് എ റേസ് ടു എൻ ഇൻറ്റു എക്സ് മൈനസ് എയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 മൈനസ് 0, സോ 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. എക്സ് ഇൻറ്റു എൻ എക്സ് റേസ് ടു മൈനസ് 1 മൈനസ് എ എൻ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1. ഓക്കെ. മൈനസ് എക്സ് റേസ് ടു എൻ പ്ലസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഓക്കെ. അപ്പോൾ എന്ത് വരും? ഈ എക്സ് റേസ് ടു 1 ഉണ്ടല്ലോ ഇവിടെ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് 1. അപ്പോൾ മൈനസ് 1 പ്ലസ് 1 0 ആവും. അപ്പോൾ ബാക്കി എന്തുണ്ട്? എക്സ് റേസ് ടു എൻ മൈനസ് എ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു എൻ പ്ലസ് എ റേസ് ടു എൻ. അവിടെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ എഴുതുക. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. ഓക്കെ. ഇത്ര എഴുതി കൺക്ലൂഡ് ചെയ്യാം.